അടുത്ത ടൈപ്പ്, ഇനി അടുത്ത ടൈപ്പ് 2 ആണ്. അതായത് ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾസ്. ഇങ്ങനെ ആയിരിക്കും തരിക. അതായത് ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾസ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, അങ്ങനെ തരികയാണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും? പ്രോഫിറ്റ് ആയിരിക്കും. അതായത് ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾസ് ആൻഡ് എക്സ് ഗ്രേറ്റർ ദാൻ വൈ, then there is always a profit. For example, cost price of 10 articles is equal to selling price of 8 articles. ഇവിടെ എന്തായി? എക്സ്, ഇവിടെ എന്താണ്? 8ൻ്റെ സ്ഥാനത്ത് വൈ. ഓക്കെ, അപ്പോൾ നോക്കിയേ, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ്, അപ്പോൾ ഇവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഇവിടെ എന്താണ് ഉണ്ടാവുക? പ്രോഫിറ്റ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തതായിട്ട് എക്സ് ലെസ് ദാൻ വൈ ആണെങ്കിൽ അവിടെ എന്താണ്? ലോസ് ആണ്. അതായത് ഇഫ് കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾസ് ആൻഡ് എക്സ് ലെസ് ദാൻ വൈ, ദെൻ ദർ ഈസ് ഓൾവേസ് ലോസ്. അതായത് ഇത് നേരെ തിരിച്ചു വരും. അതായത് സി പി ഓഫ് 8 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു എസ് പി ഓഫ് 10 ആർട്ടിക്കിൾസ്. ഓക്കെ, നോക്കിയേ, ഇവിടെ എക്സ് 8 ആണ്, ഇവിടെ വൈ 10 ആണ്. അപ്പോൾ എക്സ് ലെസ് ദാൻ വൈ ആണ്, അപ്പോൾ ഇവിടെ എന്താണ്? ലോസ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് 8 എണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 എണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസിനോട് തുല്യമാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ആദ്യം 8 എണ്ണം വാങ്ങിച്ചു, പക്ഷേ എന്താണ് അവിടെ 8 എണ്ണത്തിൻ്റെ വിലയും 10 എണ്ണത്തിൻ്റെ വിറ്റ വിലയും ഒന്നാണ്. അപ്പോൾ അവിടെ എന്താണ്? ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ പഠിച്ചാലും മതി. അല്ലെങ്കിൽ സി പി ഓഫ് 8 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു എസ് പി ഓഫ് 10 ആർട്ടിക്കിൾസ് എന്നാൽ എക്സ് ഗ്രേറ്റർ ദാൻ വൈ, ലെസ് ദാൻ വൈ ആയാൽ ലോസ്, എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആയാൽ പ്രോഫിറ്റ്. ഓക്കെ അല്ലേ? കൺഫ്യൂസ്ഡ് ആവരുത്. ഞാൻ പറഞ്ഞു എന്നുള്ളൂ, നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതായത് ഇതറിയാമെങ്കിൽ കുറച്ചും കൂടി എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. അത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അല്ലാതെയും നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് നോക്കുക. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 ആർട്ടിക്കിൾസ്. ഫൈൻഡ് ദ പ്രോഫിറ്റ് പെർസെൻറ്റേജ്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഓഫ് 10 ആർട്ടിക്കിൾസ് ഞാനിങ്ങനെ എഴുതി 10 ഇൻറ്റു സി പി അല്ലേ, ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 8 ആർട്ടിക്കിൾസ്. 8 ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അപ്പോൾ 8 ഇൻറ്റു എസ് പി. ഓക്കെ ആണല്ലോ. ഇനി ഞാൻ റേഷ്യോ എടുത്തു സി പി ബൈ എസ് പി. ഓക്കെ, സി പി ബൈ എസ് പി ഈസ് ഈക്വൽ ടു 8/10. വേണമെങ്കിൽ കട്ട് ചെയ്യാം. 8/10 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 4/5. അപ്പോൾ നോക്കിയേ, അപ്പോൾ സി പിയുടെ വാല്യൂ 4 ആണ്, എസ് പിയുടെ വാല്യൂ 5 ആണ്. അപ്പോൾ ഇവിടെ എസ് പി ഗ്രേറ്റർ ദാൻ സി പി ആണ്. അപ്പോൾ എന്താണ്? ഇവിടെ പ്രോഫിറ്റ് ആണ്. സോ പ്രോഫിറ്റ് ഈക്വൽ ടു എസ് പി മൈനസ് സി പി, അതായത് 5 - 4 1 ആണ്. സോ പ്രോഫിറ്റ് ഇവിടെ 1 എന്ന് കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് 1 ഡിവൈഡഡ് ബൈ സി പി. സി പി ഇവിടെ എത്രയാണ്? 4. 1/4 ഇൻറ്റു 100. ഇതാണ് ഉത്തരം. എത്ര കിട്ടി? 25%. ഓക്കെ, അപ്പോൾ 25% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. ഇനി ഇത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നോക്കിയേ, ഇവിടെ എക്സ് എന്നുള്ളത് 10 ആണ് അല്ലേ. കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് വൈ ആർട്ടിക്കിൾസ്. അപ്പോൾ എക്സ് എന്നുള്ളത് 10 ആണ്, വൈ എന്നുള്ളത് 8 ആണ്. അപ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ്. അപ്പോൾ അവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. ഓക്കെ, അവിടെ എന്താണ്? പ്രോഫിറ്റ് ആണ്. അപ്പോൾ പ്രോഫിറ്റ് ആണെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എന്ന് കണ്ടുപിടിക്കാൻ തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്തായാലും പ്രോഫിറ്റ് ആയിരിക്കും. പ്രോഫിറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. വലിയ വാല്യൂ മൈനസ് ചെറിയ വാല്യൂ, ഈ 10ൻ്റെയും 8ൻ്റെയും ഡിഫറൻസ് എടുക്കുക. എത്രയാണത്? 2 ഡിവൈഡഡ് ബൈ, ഇതിൽ 10ഉം 8ഉം ചെറിയ വാല്യൂ ഏതാണ്? 8. ഓക്കെ, ഇൻറ്റു 100. ഇതായിരിക്കും ഉത്തരം. അപ്പോൾ 2/8 എന്ന് പറഞ്ഞാൽ 1/4 ആണ്. 100/4 എത്രയാണ്? 25% ആണ്. ഇതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ 25% ആണ് കറക്റ്റ് ആൻസർ. അതായത് എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണെന്ന് തിരിച്ചറിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രോഫിറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ ഡിഫറൻസ് എടുക്കുക, അടിയിൽ ചെറിയ വാല്യൂ എഴുതുക, ഇൻറ്റു 100 എഴുതുക. ഇതാണ് ഉത്തരം. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ കൂടി നോക്കാം. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 60 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് 50 ആർട്ടിക്കിൾസ്. ദ ഗെയിൻ പെർസെൻറ്റേജ് ഈസ്, അതായത് 60 ആർട്ടിക്കിൾസ് ഇൻറ്റു സി പി ഈസ് ഈക്വൽ ടു
50 ആർട്ടിക്കിൾസ് ഇൻറ്റു എസ് പി. ഓക്കെ, അപ്പോൾ സി പി ബൈ എസ് പി ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്തു 5/6. അപ്പോൾ പ്രോഫിറ്റാണ്, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലായി? എസ് പി ഗ്രേറ്റർ ദാൻ സി പി ആണല്ലേ. എസ് പിയുടെ വാല്യൂ ഇവിടെ എന്താണ്? 6 ആണ്. സി പിയുടെ വാല്യൂ ഇവിടെ എന്താണ്? 5 ആണ്. അപ്പോൾ എസ് പി ഗ്രേറ്റർ ദാൻ സി പി ആണ്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 6 - 5 1 ആണ്. സോ 1 ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ സി പി ഇവിടെ എത്രയാണ്? 5 1/5 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 100/5 20%. ഓക്കെ, 20% ആണ് കറക്റ്റ് ആൻസർ. ഇനി നമ്മുടെ മറ്റു രീതിക്കാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഓഫ് എക്സ് ആർട്ടിക്കിൾസ്, ഇവിടെ എക്സ് 60 ആണ്, വൈ 50 ആണ്. 60 ഗ്രേറ്റർ ദാൻ 50, അതായത് ഇവിടെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. 10 ഡിവൈഡഡ് ബൈ ചെറിയ വാല്യൂ എത്രയാണ്? 50 ഇൻറ്റു 100. ഓക്കെ, 1/5 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 20% ആണ്. ഒറ്റയടിക്ക് ഉത്തരം കിട്ടും. 20% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇവിടെ നോക്കി, ഈ ക്വസ്റ്റ്യനിൽ ലോസ് ആണെന്ന് തിരിച്ചറിഞ്ഞാൽ, അതായത് ഇത് മാറ്റിയാണ്. ഞാൻ വേറെ ക്വസ്റ്റ്യൻ കൂടി തരാം. അതായത് കോസ്റ്റ് പ്രൈസ് ഓഫ് സി പി ഓഫ് 50 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു എസ് പി ഓഫ് 60 ആർട്ടിക്കിൾസ്. ഇങ്ങനെ തരാണ്. സി പി ഓഫ് 50 ആർട്ടിക്കിൾസ് ഈസ് ഈക്വൽ ടു എസ് പി ഓഫ് 60 ആർട്ടിക്കിൾസ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇതെന്തായി? എക്സ്, ഇവനെന്തായി? വൈ. അപ്പോൾ ഇവിടെ എക്സ് ലെസ് ദാൻ വൈ ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? ലോസ് ആണ് അല്ലേ? ലോസ് ആണ്. അപ്പോൾ നമ്മൾ എഴുതുമ്പോൾ എങ്ങനെ എഴുതും? സി പി ഇൻറ്റു 50 ഈസ് ഈക്വൽ ടു 60 ഇൻറ്റു എസ് പി. ഓക്കെ, അപ്പോൾ റേഷ്യോ എടുക്കുക. സി പി ബൈ എസ് പി ഈക്വൽ ടു 0 ക്യാൻസൽ ചെയ്തു 6/5. 6/5. അപ്പോൾ സി പിയുടെ വാല്യൂ 6, എസ് പിയുടെ വാല്യൂ 5. അപ്പോൾ നോക്കിയേ, ഇവിടെ സി പി ഗ്രേറ്റർ ദാൻ എസ് പി ആണ്. അപ്പോൾ ലോസ് ആണ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ഡിവൈഡഡ് ബൈ സി പി ഇൻറ്റു 100. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? സി പി മൈനസ് എസ് പി. 6 - 5 1. 1 ഡിവൈഡഡ് ബൈ സി പി ഇവിടെ എത്രയാണ്? 6 ഇൻറ്റു 100. അപ്പോൾ 1/6 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 16 2/3% ആണ്. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കുക. 1/6 ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ 16 2/3% ആണ്. ഇത് എഴുതണ എങ്ങനെയാണെന്ന് അറിയാലോ. അതായത് 100/6 ചെയ്യുക, അല്ലെങ്കിൽ 100/6 ചെയ്യുക. 100/6 എന്ന് പറഞ്ഞാൽ 50/3 ആണ്. 50/3 ചെയ്യുക. 16 ആണ്. 48 റിമൈൻഡർ 2 വരും. അപ്പോൾ കോഷ്യൻ്റ് എഴുതുക 16, പിന്നെ റിമൈൻഡർ എഴുതുക 2, ഡിവൈസർ എഴുതുക 3. 16 2/3. അപ്പോൾ 1/6 എന്ന് പറഞ്ഞാൽ 16 2/3% ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആൻസർ. ഇനി നമ്മുടെ മറ്റേ മെത്തേഡ് അല്ലെങ്കിൽ ഷോർട്ട് ട്രിക്ക്, മറ്റേ ട്രിക്കാണെങ്കിൽ എങ്ങനെയാണ്? ഇവിടെ ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലായാൽ നോക്കിയേ, എക്സിൻ്റെ വാല്യൂ 50 ആണ്, വൈൻ്റെ വാല്യൂ 60 ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? എക്സ് ലെസ് ദാൻ വൈ ആണ്. അപ്പോൾ അവിടെ ലോസ് ആണ്. ലോസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ലോസ് ആണെങ്കിൽ സെയിം ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. എത്രയാണ്? 50ൻ്റെയും 60ൻ്റെയും ഡിഫറൻസ് എടുക്കുക. 10 ഡിവൈഡഡ് ബൈ അവിടെ ചെറിയ വാല്യൂ എഴുതി, ഇവിടെ എന്ത് ചെയ്യുക? വലിയ വാല്യൂ എഴുതുക. 50ഉം 60ഉം വലിയ വാല്യൂ ഏതാണ്? 60. അപ്പോൾ 10/60 ഇൻറ്റു 100. ഓക്കെ, അപ്പോൾ 1/6 ഇൻറ്റു 100 എത്രയാണ്? 16 2/3%. ഓക്കെ, ഇതാണ് കറക്റ്റ് ആൻസർ. 16 2/3. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. A man's gain after selling 33 meters of cloth is equal to selling price of 11 meters cloth. In this gain, the gain percentage is. ഓക്കെ, അപ്പോൾ നമുക്ക് കഴിഞ്ഞ രീതിയിൽ ചെയ്യാം. നമ്മൾ കഴിഞ്ഞ രീതിയിൽ ചെയ്ത പോലെ ഇത് ചെയ്യാൻ പറ്റില്ല. ഇത് വേറെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അതായത് ഒരു 33 മീറ്റർ ക്ലോത്തിൻ്റെ കച്ചവടമാണ്. അദ്ദേഹം അത് വിൽക്കുമ്പോൾ 11 മീറ്റർ ക്ലോത്തിൻ്റെ സെല്ലിംഗ് പ്രൈസാണ് അദ്ദേഹത്തിന് ലാഭമായിട്ട് കിട്ടുന്നത് അല്ലേ? അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തായാലും അറിയാം ഇവിടെ എന്താണ്? പ്രോഫിറ്റാണ്. ഈ ബിസിനസ്സിൽ പ്രോഫിറ്റാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഫോർമുല എഴുതാം. എസ് പി മൈനസ് സി പി ആണ് എന്ത്? പ്രോഫിറ്റ്. ഓക്കെ, എസ് പി മൈനസ് സി പി ആണ് പ്രോഫിറ്റ്. അപ്പോൾ നോക്കി, അപ്പോൾ ഇവിടെ 33 മീറ്റർ ക്ലോത്ത് സെല്ല് ചെയ്തപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്. എസ് പി, സി പി, പ്രോഫിറ്റ് എല്ലാം കിട്ടിയത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 33 എസ് പി, അതായത് 33 ക്ലോത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ് മൈനസ്
33 മീറ്റർ ക്ലോത്തിൻ്റെ കോസ്റ്റ് പ്രൈസ് 33 CP ഈസ് ഈക്വൽ ടു, ഇനി പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് ഓഫ് 11 മീറ്റേഴ്സ് ക്ലോത്ത്, അതായത് 11 മീറ്റർ തുണിയുടെ സെല്ലിംഗ് പ്രൈസാണ് പ്രോഫിറ്റായിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 11 × SP എന്ന് എഴുതി. ഓക്കെ, പ്രോഫിറ്റിൻ്റെ സ്ഥാനത്ത് 11 SP. ഓക്കെ ആണല്ലോ. ഇനി പഴയ പോലെ ആക്കി എടുക്കുക, റേഷ്യോ കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിയാൽ, അപ്പോൾ ഈ -33 അങ്ങോട്ട് പോയാൽ എന്ത് കിട്ടും? 33 CP ഈസ് ഈക്വൽ ടു 33 SP -11 SP. അപ്പോൾ എത്രയായി? 22 SP. ഓക്കെ, 33 CP ഈസ് ഈക്വൽ ടു 22 SP. 11 വെച്ച് കട്ട് ചെയ്യാം. 3 CP ഈക്വൽ ടു 2 SP. റേഷ്യോ എടുക്കുക, CP/SP. CP/SP ഈക്വൽ ടു 2/3. ഓക്കെ, CP/SP ഈസ് ഈക്വൽ ടു 2/3. അപ്പോൾ CPയുടെ വില എന്തായി? 2. SPയുടെ വില എന്തായി? 3. അപ്പോൾ SP ഗ്രേറ്റർ ദാൻ CP ആണ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റിൻ്റെ വാല്യൂ എന്താണ്? SP - CP ചെയ്താൽ മതി. 3 - 2 1. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് 1 ഡിവൈഡഡ് ബൈ CP എത്രയാണ്? 2 × 100. ഓക്കെ, അപ്പോൾ 1/2 × 100 എന്ന് പറഞ്ഞാൽ 50%. ഓക്കെ, 50% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ സെയിം ടൈപ്പ് ആണ്. ബൈ സെല്ലിംഗ് 110 ഓറഞ്ചസ് എ ഫ്രൂട്ട് സെല്ലർ ഗെയിൻസ്. അപ്പോൾ അവിടെ പ്രോഫിറ്റ് ആണ്. ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ഓറഞ്ചസ്. എ ഫ്രൂട്ട് സെല്ലർ ഗെയിൻസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ഓറഞ്ചസ്. ഫൈൻഡ് ദ ഗെയിൻ പെർസെൻറ്റേജ്. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20 ഓറഞ്ചസിൻ്റെ കോസ്റ്റ് പ്രൈസ് ആണ് അദ്ദേഹത്തിന് എന്തായിട്ട് കിട്ടുന്നത്? പ്രോഫിറ്റായിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം. SP - CP ഈക്വൽ ടു പ്രോഫിറ്റ്. ഇവിടെ 110 ഓറഞ്ചസിൻ്റെ ബിസിനസ്സാണ്. അപ്പോൾ 110ൻ്റെ SP - 110ൻ്റെ CP ഈക്വൽ ടു പ്രോഫിറ്റ്. ഇവിടെ പ്രോഫിറ്റ് എന്താണ്? കോസ്റ്റ് പ്രൈസ് ഓഫ് 20 ഓറഞ്ചസ് ആണ് പ്രോഫിറ്റ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതി? 20 CP. ഓക്കെ ആണല്ലോ. ഇനി 110 CP ഈസ് ഈക്വൽ ടു, ഇവനെ അങ്ങോട്ട് പോയി അങ്ങോട്ടേക്ക് എടുത്തു, 20നെ ഇങ്ങോട്ടേക്ക് എടുത്തു. അപ്പോൾ എന്താണ്? ഈ -110 CP അങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്തായി? 110 + 20 130 CP ഈക്വൽ ടു 110 SP. ഓക്കെ, ഇപ്പോൾ ശരിയായി. 130 CP ഈക്വൽ ടു 110 SP. ഇനി പഴയ പോലെ തന്നെ 0 ക്യാൻസൽ ചെയ്തു. CP/SP എടുക്കുക. CP/SP ഈക്വൽ ടു എത്രയാണ്? 11/13. ഓക്കെ, CP/SP ഇങ്ങോട്ട് വരും. 11 അവിടെ കിടക്കും, 13 അങ്ങോട്ട് പോകും. 11/13. അപ്പോൾ CP എന്നുള്ളത് 11, SP എന്നുള്ളത് 13. SP ഗ്രേറ്റർ ദാൻ CP ആണ്, പ്രോഫിറ്റ് ആണ്. പ്രോഫിറ്റ് എന്ന് പറയുന്നത് SP - CP 13 - 11 2 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈക്വൽ ടു പ്രോഫിറ്റ് ബൈ പ്രോഫിറ്റ് ഇവിടെ എത്രയാണ്? 13 - 11 2 ഡിവൈഡഡ് ബൈ CP എത്രയാണ്? 11 × 100. ഓക്കെ, 2/11 × 100. അപ്പോൾ 2 × 1/11 × 100 ഇങ്ങനെ എഴുതാലോ. 2 × 1/11 × 100 എന്ന് പറഞ്ഞാൽ 9 1/11% ആണ്. സോ 2 × 9 1/11% എന്ന് പറഞ്ഞാൽ 18 2/11%. ഓക്കെ, 18 2/11% ആണ് കറക്റ്റ് ആൻസർ. അതായത് 9 1/11 എന്ന് പറഞ്ഞാൽ 9 + 1/11 ആണ്. അപ്പോൾ ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 18 + 2/11, അതായത് 18 2/11%. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ടൈപ്പാണ്. വെൻ സെല്ലിംഗ് പ്രൈസ് ഓഫ് X ആർട്ടിക്കിൾസ് ഈസ് ₹Y ആൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് Y ആർട്ടിക്കിൾസ് ഈസ് ₹X. അതായത് X ആർട്ടിക്കിൾസിൻ്റെ സെല്ലിംഗ് പ്രൈസ് Yയും Y ആർട്ടിക്കിൾസിൻ്റെ കോസ്റ്റ് പ്രൈസ് Xും. ഇങ്ങനത്തെ ടൈപ്പാണ് അടുത്ത് ചോദിക്കാൻ സാധ്യതയുള്ളത്. ഓക്കെ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് നോക്കാം. ഇഫ് എ മാൻ purchased 11 books for ₹100 and sold 10 books for 110, then the percentage of profit per book sold is. ഓക്കെ, അപ്പോൾ ഇവിടെ പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നോക്കിയേ, കോസ്റ്റ് പ്രൈസ് നോക്കാം. ആദ്യം കോസ്റ്റ് പ്രൈസ്. 11 ബുക്ക് അദ്ദേഹം പർച്ചേസ് ചെയ്തു. 11 ബുക്ക് അദ്ദേഹം പർച്ചേസ് ചെയ്തു. എത്രയാണ്? ₹100. ഓക്കെ, ഇനി ഇവിടെ സെല്ലിംഗ് പ്രൈസ് എഴുതി. സെല്ലിംഗ് പ്രൈസ് നോക്കാം. സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 10 ബുക്കാണ് അദ്ദേഹം വിറ്റത് അല്ലേ? 10 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 10 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് 110 ആണ്.
ഓക്കെ, 10 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് 110 അപ്പോൾ നോക്കിയേ, അപ്പോൾ നിങ്ങൾ ഈ ബുക്കിൻ്റെ എണ്ണം സെയിം ആക്കുക. അതായത് 11 ബുക്ക് എന്നുള്ളതും 10 ബുക്ക് എന്നുള്ളതും ആ എണ്ണം അങ്ങോട്ട് സെയിം ആക്കുക. അതായത് അതിൻ്റെ LCM എടുക്കുക. 11ഉം 10ൻ്റെയും LCM 110 അപ്പോൾ നമ്മൾ രണ്ട് സ്ഥലത്തും 110 ബുക്ക് ആക്കണം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്തു? 11 × 10 110. അപ്പോൾ ഇവിടെ ×10 ചെയ്തു, ഇവിടെ ×10 ചെയ്തു. ഇനി ഇവിടെ ×11 ചെയ്തു. 10 × 11 110. അപ്പോൾ ഇവിടെയും ×11 ചെയ്തു. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് 110 നോക്കിയേ, 110 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്ര കിട്ടി? 1210. ഓക്കെ, 110 ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്ര കിട്ടി? 1000. ഓക്കെ, 110 ബുക്കിൻ്റെ കോസ്റ്റ് പ്രൈസ് 1000, 110 ബുക്കിൻ്റെ സെല്ലിംഗ് പ്രൈസ് 1210. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, പെർ ബുക്കായാലും 110 ബുക്കായാലും പ്രോഫിറ്റ് പെർസെൻറ്റേജ് എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് അത് കുഴപ്പമില്ല. അപ്പോൾ നോക്കിയാൽ ഇവിടെ കോസ്റ്റ് പ്രൈസ് നമുക്ക് 1000 കിട്ടി, സെല്ലിംഗ് പ്രൈസ് നമുക്ക് എത്രയാണ്? 1210 കിട്ടി. അപ്പോൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്രയാണ് നിങ്ങളൊന്ന് പറഞ്ഞേ? പ്രോഫിറ്റ് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ CP × 100. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ് ആണ്. 1210 മൈനസ് 1000 എത്രയാണ്? 210 ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 1000 × 100. ഓക്കെ, അപ്പോൾ ഈ 2 0 കട്ട് ചെയ്തു, ഇവിടെ 0 കട്ട് ചെയ്തു, എത്രയാണ്? 21. അപ്പോൾ 21% ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 21% ആണ് ആൻസർ. ഓക്കെ ആണല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ. A man purchased some eggs at 3 for ₹5 and sold them at 5 for ₹12. Thus he gained ₹143 in all. The number of eggs. Thus he gained ₹143 in all. The number of eggs he bought is. ഓക്കെ, അദ്ദേഹം ഒരു മാൻ എത്രയാണ്? 3 എണ്ണം 5 രൂപയ്ക്ക് കുറച്ച് എഗ്സ് മേടിച്ചു. പിന്നീട് അത് എങ്ങനെയാണ് വിൽക്കുന്നത്? 5 എണ്ണം 12 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മൊത്തം 141 രൂപ ലാഭം കിട്ടണമെങ്കിൽ അദ്ദേഹം എത്ര മുട്ട വാങ്ങിച്ചു എന്നാണ് ക്വസ്റ്റ്യൻ. Thus he gained ₹143 in all. The number of eggs he bought is. Thus അല്ല, if he gained ₹143 in all, then the number of eggs he bought is. അതായത് ചോദ്യം മനസ്സിലായല്ലോ? അതായത് 3 എണ്ണം 5 രൂപയ്ക്ക് വാങ്ങിച്ചു, 5 എണ്ണം 12 രൂപയ്ക്ക് വിറ്റു. മൊത്തം ലാഭം 143 കിട്ടിയതെങ്കിൽ അദ്ദേഹം മൊത്തം എത്ര മുട്ടകളാണ് വാങ്ങിച്ചതെന്നാണ് ചോദ്യം. അപ്പോൾ നോക്കിയേ, ആദ്യം CP നോക്കാം. CP നോക്കിയേ, 3 എണ്ണം എത്ര രൂപയ്ക്കാണ്? 3 എഗ്സ് എത്ര രൂപയ്ക്കാണ്? 5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, 3 എഗ്സ് 5 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഇനി SP നോക്കാം. 5 എണ്ണം 5 എഗ്സ് എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്? 5 എഗ്സ് 12 രൂപയ്ക്കാണ് വിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ഇതിൻ്റെ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യുക? ഇവിടെ എണ്ണം സെയിം ആക്കുക. 3 മുട്ട 5 മുട്ട, ഇതിൻ്റെ എണ്ണം സെയിം ആക്കുക. അപ്പോൾ എന്താണ്? 3ൻ്റെയും 5ൻ്റെയും LCM എടുക്കുക. എത്രയാണ്? 15. അപ്പോൾ നോക്കിയാൽ ഇവിടെ എന്ത് ചെയ്യണം? ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. 3 × 5 15 അപ്പോൾ ഇവിടെ 5 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നോക്കിയേ, അപ്പോൾ 15 എക്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായി? 15 എക്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 25. ഓക്കെ, ഇനി ഇവിടെ 15 ആക്കാനായിട്ട് 3 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 3 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നോക്കിയേ, 36 എക്സിൻ്റെ കോസ്റ്റ് പ്രൈസ് എത്രയായി? 36 എക്സ് അല്ല, 3 × 5 15 എക്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായി? 15 എക്സിൻ്റെ സെല്ലിംഗ് പ്രൈസ് 12 × 3 36. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത്ര നോട്ട് ചെയ്യുക. 15 എക്സിന് കോസ്റ്റ് പ്രൈസ് 25, 15 എക്സിന് കോസ്റ്റ് പ്രൈസ് 36. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് ഇവിടെ 25ഉം സെല്ലിംഗ് പ്രൈസ് ആണ് കേട്ടോ. സെല്ലിംഗ് പ്രൈസ് ഇവിടെ 36 ആയാൽ അവിടെ ലാഭം എത്രയാണ്? 11 അല്ലേ? സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഞാനിങ്ങനെ എഴുതുകയാണ്. ഇവിടെ നോക്കിയേ, ഇപ്പോൾ നോക്കിയേ, 15 എക്സിൻ്റെ പ്രോഫിറ്റ് ആണെന്ത്? ₹11. ഓക്കെ,
15 എക്സിൻ്റെ പ്രോഫിറ്റാണ് ₹11. അങ്ങനെയാണല്ലോ 36 - 25. അങ്ങനെയാണ് നമുക്ക് 11 കിട്ടിയത്. 15 എക്സിൻ്റെ പ്രോഫിറ്റാണ് ₹11. അങ്ങനെയാണെങ്കിൽ ₹1 പ്രോഫിറ്റിന് എത്ര മുട്ടകളായിരിക്കും? ഈ 11 താഴത്തേക്ക് വന്നാൽ മതി അല്ലേ. 15 ഡിവൈഡഡ് ബൈ 11 എക്സ്. ഓക്കെ, ₹11 പ്രോഫിറ്റിന് 15 മുട്ടകൾ. അങ്ങനെയാണെങ്കിൽ ₹1 പ്രോഫിറ്റിന് 15/11 മുട്ടകൾ. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണ്? 143 ആണ്. അങ്ങനെയാണെങ്കിൽ ₹143 പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എന്താണ് ഉത്തരം? 15/11 × 143 കിട്ടി. ഓക്കെ, 15/11 × 143. 143/11 എന്ന് പറഞ്ഞാൽ 13 ആണ്. 15 × 13 എന്ന് പറഞ്ഞാൽ 195 ആണ്. അപ്പോൾ അതാണ് ഉത്തരം. 195 എക്സ് ആണ് അദ്ദേഹം മൂന്നെണ്ണം ₹5 വാങ്ങിച്ചത്. ഓക്കെ, അപ്പോൾ 195 ആണ് ഉത്തരം. എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഒന്നുകൂടി പറയാം. ഇവിടെ നോക്കി, ഇനി നമ്മൾ എക്സാമിന് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും? 3 എണ്ണം ₹5, 5 എണ്ണം ₹12 വിൽക്കുന്നു. 3 5 15 LCM. അപ്പോൾ നോക്കിയേ, 15 മുട്ടകൾ എത്ര രൂപയ്ക്ക് വാങ്ങിക്കുന്നു? 3 × 5 15, 5 × 5 25. 15 എക്സ് ₹25 വാങ്ങിക്കുന്നു. ഇനി ഇവിടെ 3 കൊണ്ട് ഗുണിക്കുക. 15 എക്സ് ₹36 വിൽക്കുന്നു. അപ്പോൾ നോക്കിയാൽ 15 മുട്ടകളിൽ കിട്ടുന്ന ലാഭം 11 ആണ്. സോ 143 ലാഭം കിട്ടണമെങ്കിൽ 15 ഡിവൈഡഡ് ബൈ 11 × 143. ഓക്കെ, 11 × 13 ആണ് 143. 15 × 13 195. ഇതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ 195 ആണ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. രവി ബൈസ് സം ടോഫീസ് അറ്റ് 2 for ₹1 and sells them at 5 for ₹1. His loss percentage is. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം. ഇവിടെ നോക്കിയേ, ഇവിടെ കോസ്റ്റ് പ്രൈസ് നോക്കാം. 2 ടോഫീസിന് എത്ര രൂപയ്ക്കാണ് വാങ്ങിക്കുന്നത്? ₹1 വാങ്ങിക്കുന്നത്. ഓക്കെ, ഇനി സെല്ലിംഗ് പ്രൈസ് നോക്കാം. 5 ടോഫീസാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്ക്? 5 ടോഫീസാണ് വിൽക്കുന്നത്. എത്ര രൂപയ്ക്കാണ്? ₹1 വിൽക്കുന്നത്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം? 5 ടോഫീസ് 2 ടോഫീസും LCM 10 ആണ്. അപ്പോൾ എന്ത് ചെയ്യാം? 10 ആക്കുക. ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക, ഇവിടെ 5 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ എന്തായി? 10 ടോഫീസിന് എത്ര രൂപയാണ്? ₹5. ഇനി ഇവിടെ 2 കൊണ്ട് ഗുണിക്കുക, ഇവിടെയും 2 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ നോക്കിയേ, 10 ടോഫീസിന് എത്ര രൂപയായി സെല്ലിംഗ് പ്രൈസ്? 1 2 ₹2. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് 5, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 2. കോസ്റ്റ് പ്രൈസ് ഗ്രേറ്റർ ദാൻ സെല്ലിംഗ് പ്രൈസ് ആണ്. അവിടെ എന്താണ്? ലോസ് ആണ്. അപ്പോൾ ലോസ് പെർസെൻറ്റേജ് ഞാനിത് മാറ്റിയാണ്. ലോസ് പെർസെൻറ്റേജ് എന്താണ്? ലോസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലോസ് ബൈ CP × 100. ഇവിടെ CP ₹5, SP എത്ര രൂപയായിരുന്നു? ₹2. അപ്പോൾ ലോസ് എന്ന് പറഞ്ഞാൽ 3 ആണ്. 3 ഡിവൈഡഡ് ബൈ CP ഇവിടെ എത്രയാണ്? 5. സോ 3 ഡിവൈഡഡ് ബൈ 5 × 100 ആണ് ഉത്തരം. ഓക്കെ, 5 × 20 ആണ് 100, 3 × 20 60% കറക്റ്റ് ആൻസർ. ഓക്കെ, 60% കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇനി അടുത്ത ടൈപ്പാണ് ടൈപ്പ് 4. അതായത് വെൻ ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് സം പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് when an article is sold at some profit or loss of X%, if it was sold of ₹P more, then it would be a profit of Y%. അതായത് ഒരു ആർട്ടിക്കിൾ എന്താണ് സെല്ല് ചെയ്യാണ്, ഒരു നിശ്ചിത പ്രോഫിറ്റ് പെർസെൻറ്റേജിനോ അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജിനോ സെല്ല് ചെയ്യാണ്. ഇനി നമ്മളൊരു കണ്ടീഷൻ പോലെ പറയുകയാണ്. അതായത് ഇത് ഒരു 30 രൂപയും കൂടി കൂട്ടിയായിരുന്നു വിറ്റതെങ്കിൽ, അല്ലെങ്കിൽ ₹P മോറിനാണ് വിൽക്കുന്നതെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ലാഭം കിട്ടിയാണ് അല്ലേ? അങ്ങനെ പറയൂലേ? അതായത് നമ്മൾ 100 രൂപയ്ക്ക് വിറ്റപ്പോൾ 10% നഷ്ടം കിട്ടി. ഒരു 30 രൂപയും കൂടി കൂടിയായിരുന്നു വിറ്റെങ്കിൽ, അല്ലെങ്കിൽ 130 രൂപയ്ക്കായിരുന്നു വിറ്റായിരുന്നെങ്കിൽ നമുക്ക് ഇത്ര ശതമാനം ലാഭം കിട്ടിയാനെ അല്ലേ? അപ്പോൾ അതാണ്, ആ ടൈപ്പാണ്. അപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസ് ആണ് ചോദിക്കുക. അതായത് when an article is sold at some profit or loss percentage, if it was sold for ₹P more, then it would be a profit of Y%. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ കോസ്റ്റ് പ്രൈസ്. ഓക്കെ, അപ്പോൾ ആ ടൈപ്പാണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. എ മാൻ സോൾഡ് ഹിസ് വാച്ച് അറ്റ് എ ലോസ് ഓഫ് 5%,
had he sold it for rupees 56.25 more, he would have gained 10%. What is the cost price of the watch? അതായത് ഒരു മാൻ അദ്ദേഹം ഒരു വാച്ച് വിൽക്കുകയാണ്. എത്ര? 5% നഷ്ടത്തിലാണ് വിൽക്കുന്നത്, അതായത് 5% ലോസ്. ഇനി അദ്ദേഹം വിൽക്കുന്ന വിലയിൽ നിന്നും 56.25 കൂടി കൂട്ടി വിറ്റായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഗെയിൻ ആയനെ. എത്ര? 10% ഗെയിൻ ആയനെ. ഓക്കെ, അപ്പോൾ നോക്കിയാൽ ആദ്യം നമ്മൾ കോസ്റ്റ് പ്രൈസ് എപ്പോഴും 100% എടുക്കുക. ഇനി ലോസ് അവിടെ ആദ്യത്തെ ലോസ് എത്രയാണ്? 5% ലോസാണ്. അപ്പോൾ അവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയായി? 95%, അല്ലേ? 95% അവിടെ സെല്ലിംഗ് പ്രൈസ്. ഇനി ഈ 95%ത്തിൽ നിന്ന് 56.25 കൂടി കൂട്ടിയായിരുന്നെങ്കിൽ, 56.25 റുപ്പീസും കൂടി കൂട്ടിയായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് 10% ഗെയിൻ കിട്ടിയാനെ. അപ്പോൾ അവിടെ സെല്ലിംഗ് പ്രൈസ് എത്രയായി? 100 + 10 110%. ഓക്കെ ആണല്ലോ. ഇനി മൈനസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ 110 മൈനസ് 95% എന്ത്? 56.25. ഓക്കെ, അപ്പോൾ എത്ര കിട്ടി? 15% 56.25. ഓക്കെ, അപ്പോൾ 15% 56.25. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ എത്രയായി? കോസ്റ്റ് പ്രൈസായി. ഓക്കെ, അപ്പോൾ നമ്മൾ 100% കണ്ടുപിടിക്കുക. അപ്പോൾ നോക്കിയേ, 100% എന്ന് പറഞ്ഞാൽ ആദ്യം 1% കണ്ടുപിടിക്കുക. 56.25 ഡിവൈഡഡ് ബൈ 15 ചെയ്താൽ 1% ഇൻറ്റു 100, അപ്പോൾ 100%. ഓക്കെ, 56.25 ഡിവൈഡഡ് ബൈ 15. 5 വെച്ച് കട്ട് ചെയ്യാം. ഇവിടെ 3 11.25 1125 ഡിവൈഡഡ് ബൈ 3 എന്ന് പറഞ്ഞാൽ 375. 375 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 375 ആണെന്ത്? കോസ്റ്റ് പ്രൈസ്. ഓക്കെ ആണല്ലോ. ഇനി ഇതിൻ്റെ ഒരു എളുപ്പവഴി എന്ന് വെച്ചാൽ ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് ഈ കൺസെപ്റ്റ് കിട്ടി. എങ്ങനെയാണ് 15% 56.25 ആവുന്നതെന്നുള്ള കൺസെപ്റ്റ് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ലോസും ഗെയിനുമാണ് തന്നതെങ്കിൽ ആ പെർസെൻറ്റേജ് അങ്ങോട്ട് ആഡ് ചെയ്യുക. ഓക്കെ, അതായത് ആദ്യം തന്നിരിക്കുന്ന ലോസാണ് 5%, പിന്നീട് ഗെയിനാണ്, അല്ലേ? ഇത്ര രൂപ കൂട്ടിയപ്പോൾ അപ്പോൾ അവിടെ ഗെയിൻ എത്രയായി? 10%. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുക. അതായത് 15% ആയിരിക്കും 56.25. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ ആണല്ലോ. ഇനി 2 പ്രാവശ്യവും ഗെയിൻ ആണെങ്കിൽ, രണ്ടും ഗെയിൻ പെർസെൻറ്റേജ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യുക? ആ പെർസെൻറ്റേജുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. ഇതുപോലെ രണ്ടും ലോസ് ആണെങ്കിലും ആ പെർസെൻറ്റേജുകൾ തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. എന്നിട്ട് ഈ വാല്യൂവിനോട് ഇക്വേറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ കൺസെപ്റ്റ് ഇതാണ്. ഇത് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ നമുക്ക് കൂടുതൽ പിടികിട്ടും. അപ്പോൾ അനുരാധ സോൾഡ് എ ബൈസൈക്കിൾ അറ്റ് എ ഗെയിൻ ഓഫ് 8%. ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് അറ്റ് ₹75 more, the gain would have been 14%. The cost price of the bicycle was. ഓക്കെ, അപ്പോൾ നേരത്തെ എന്തായിരുന്നു? ലോസ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആദ്യം ഗെയിനാണ് വിറ്റത്, അല്ലേ? 8% ഗെയിന് വിറ്റു. 75 രൂപ കൂടുതൽ കൂട്ടി വിറ്റായിരുന്നെങ്കിൽ 14% ആയനെ ഗെയിൻ. ഓക്കെ, അപ്പോൾ ആദ്യം ഗെയിൻ 8% അപ്പോൾ 108% പ്ലസ് എത്രയാണ്? 75 കൂട്ടിയാൽ എത്ര കിട്ടി? 14% ഗെയിൻ കിട്ടും. അപ്പോൾ 114% SP. ഓക്കെ, ഈ SP നിന്ന് 75 കൂട്ടിയാൽ 114%. അപ്പോൾ 108 അങ്ങോട്ട് പോയാൽ എന്തായി? 6% 75. അങ്ങനെയാണെങ്കിൽ 100% കോസ്റ്റ് പ്രൈസ്. എത്ര വരും? 75 ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു 100. ഓക്കെ, 3 വെച്ച് കട്ട് ചെയ്യാം. 3 × 2 6 3 × 25 75 50. 25 × 50 1250. 1250 കറക്റ്റ് ആൻസർ. ഓക്കെ, ഇതാണ് ആൻസർ. അപ്പോൾ നേരത്തെ പറഞ്ഞ കേസിൽ ഇവിടെ നോക്കിയേ, ഇവിടെ ഗെയിനാണ്, ഇവിടെയും ഗെയിനാണ്. അപ്പോൾ രണ്ട് സ്ഥലത്തും ഗെയിനാണ്. അപ്പോൾ എന്ത് ചെയ്യുക? സബ്സ്ട്രാക്ട് ചെയ്യുക. പെർസെൻറ്റേജുകൾ തമ്മിൽ ഡയറക്റ്റ് സബ്സ്ട്രാക്ട് ചെയ്യുക. 14 - 8 6% ആണ് 75. ഉണ്ടോ? അപ്പോൾ നമുക്കിങ്ങനെ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ 100% എന്ന് പറഞ്ഞാൽ 75/6 × 100 225. 100/2 50. 50 × 25 1250. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. 1250 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തേക്ക് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഹെൽപ്ഫുൾ ആയാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മൾ ഇനിയും ഇതുപോലെ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും.
അപ്പോൾ അടുത്ത വീഡിയോസിൽ അടുത്ത പാർട്ടുമായിട്ട് വരാം. ഓക്കെ.